അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല തആമൻ ലഇഖ അസാബിഅഹു സലാസ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 3 വിരലുകൾ ഊമ്പുമായിരുന്നു. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സഖതത് ലുഖ്മതു അഹദികും ഫലിയുമിത് അൻഹാ വലിയകുൽഹാ വലാ യദഅഹാ ലിശ്ശൈത്താൻ. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് അല്പം നിലത്ത് വീണുപോയാൽ അതിൽ പൊടിപടലങ്ങളോ അഴുക്കുകളോ ഉണ്ടെങ്കിൽ അത് തട്ടി മാറ്റി കഴുകി വൃത്തിയാക്കേണ്ടതാണെങ്കിൽ അങ്ങനെ വൃത്തിയാക്കിയിട്ട് നിങ്ങളത് കഴിക്കണം. പിശാചിന് വേണ്ടി അത് നിങ്ങൾ ഒഴിച്ചിട്ടേക്കരുത്. فإنكم لا تدرون في أي طعامكم البركة. ബർക്കത്ത് അഥവാ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണം ഏത് ഭാഗത്താണെന്ന് അല്ലെങ്കിൽ ഏത് ഭക്ഷണമാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൽ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഅമറ അൻ തുസല്ലതൽ ഖസ്അതു. ഭക്ഷണം കഴിച്ച പ്ലേറ്റ് അല്ലെങ്കിൽ പിഞ്ഞാണം, തളിക, അത് കൈകൊണ്ട് തന്നെ വടിച്ച് വൃത്തിയാക്കാനും അവിടുന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്, ഒരു മണി വറ്റുപോലും വേസ്റ്റ് ആക്കരുത്, പാഴാക്കരുത് എന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ പ്രധാനപ്പെട്ട 2 സുന്നത്തുകളാണ് വിരലുകൾ ഊമ്പുക എന്നതും കഴിച്ച പാത്രം കൈകൊണ്ട് തന്നെ വടിച്ച് വൃത്തിയാക്കുക എന്നതും.